ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടൈക്കനാലിൽ പോയ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഗൈസ്, ഈ കാണുന്നതാണ് തിരുവള്ളുവർ പ്രതിമ. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന കവികളിൽ ഒരാളായ തിരുവള്ളുവരുടെ പ്രതിമയാണ് ഇത്. ഗൈസ്, അങ്ങനെ ഈ സ്ഥലവും കടന്ന് ഞങ്ങൾ പഴനി വഴി കൊടൈക്കനാലിലോട്ട് യാത്രയായി. ഗൈസ്, പോകുന്ന വഴി കണ്ട ഒരു പബ്ലിക് ക്ലോക്കാണിത്, ഒരു വ്യത്യസ്തമായ കാഴ്ച. ഗൈസ്, അങ്ങനെ ഞങ്ങൾ 8 പേരോളം ഉണ്ട്. ഗൈസ്, ഞങ്ങൾ പോകുന്ന വഴി കുംഭകോണം ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ കണ്ടൊരു ശില്പത്തിൻ്റെ കാഴ്ചയാണിത്. ഇത് ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടൊരു ശില്പമാണ്. ശരിക്കും തമിഴ്നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു കാഴ്ച തന്നെ ഈ ശില്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു കാളയെ അടക്കുന്ന കുറച്ച് യുവാക്കന്മാരുടെ കാഴ്ചയാണിത്. അത് വളരെയധികം അട്രാക്ഷനായി തോന്നി. ഗൈസ്, പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്ന് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കാറ്റാടിപ്പാടങ്ങൾ. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് കാറ്റാടിപ്പാടത്തിൽ നിന്നാണ്. ഗൈസ്, അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൊടൈക്കനാൽ ചെക്ക് പോയിൻറ്റിലെത്തി. ഇവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ യാത്ര കുറച്ചു നേരം ഈ കൊടൈക്കനാൽ ഹിൽ ഏരിയയിലൂടെയായിരുന്നു. 21 റൂൾ കർവ് ബെൻഡുകൾ താണ്ടിയുള്ള യാത്രയായിരുന്നു ഇത്. ശരിക്കും ഉയരം കൂടുന്തോറും മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകളുടെ ഭംഗിയും കൂടിക്കൂടി വന്നു. അതനുസരിച്ച് മഞ്ഞും കൂടുതലായിരുന്നു മുകളിലേക്ക് കയറും തോറും. ഗൈസ്, ഇത് ഞങ്ങൾ മുകളിൽ നിന്ന് പകർത്തിയ ഒരു വീഡിയോ ആണ്. ഇത് ശരിക്കും ഒരു വ്യൂ പോയിൻ്റാണ്. കൊടൈക്കനാലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചുവട്ടിൽ നിന്ന് പകർത്താൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കൂടുതൽ നേരം ഒരുപാട് കാഴ്ചകൾ ആസ്വദിച്ചു. ഇവിടുത്തെ മഞ്ഞൊന്നും ഒരു രക്ഷയുമില്ല. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിത്. ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ കൊടൈക്കനാലിൻ്റെ സുന്ദരമായ ഒരു വില്ലേജ്, പൂമ്പാറൈ വില്ലേജിലേക്ക് ഞങ്ങളെത്തി. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും ഒരുപാട് മലകൾക്കിടയിൽ ഒരു ചെറിയ ഗ്രാമം. ശരിക്കും വളരെയധികം ആസ്വദിച്ചു. ഗൈസ്, ഞങ്ങളങ്ങനെ കൊടൈക്കനാലിൽ വന്ന് ഞങ്ങൾ താമസിച്ച റിസോർട്ടാണ് ക്ലബ് ഇന്ത്യ റിസോർട്ട്. ആ ക്ലബ് ഇന്ത്യ റിസോർട്ടിലെ കാഴ്ചകളാണിത്. കരിങ്കൽ കെട്ടുകൊണ്ട് നിർമ്മിച്ച സുന്ദരമായ കെട്ടിടങ്ങളായിരുന്നു ഇവിടുത്തെ കാഴ്ച. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറി. ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗൈസ്, പിന്നെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പിന്നീട് പോയ സ്ഥലം ഗുണ കേവാണ്. ഗുണ കേവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ ഒരു യാത്രയാണ് ഗുണ കേവിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളായിരുന്നു ഇവിടെ ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എത്രയാ ജനങ്ങൾ, ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു, നല്ലൊരു തണുപ്പുള്ള വൈബായിരുന്നു ഇവിടെ. അതുമാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദം കേട്ടാൽ നമ്മൾ ശരിക്കും അന്താളിച്ച് പോകും. കാരണം അത്രയ്ക്കും ജനങ്ങൾ ഉത്സാഹത്തോടെ, ജനങ്ങളുടെ ശബ്ദം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം ഈ സ്ഥലമൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. ശരിക്കും ഇവിടെയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ശരിക്കും ഗുണ സിനിമയിലെ കമലഹാസൻ്റെയും അതിലെ നടിയുടെയൊക്കെ അനുഭവങ്ങളായിരുന്നു ശരിക്കും ഇതിലൂടെ നടക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലേക്ക് വന്നത്. ഇവിടുത്തെ ഇരുമ്പ് ഗ്രില്ല് കൊണ്ടിട്ടിരിക്കുന്ന ഓരോ കുഴികളൊക്കെ കണ്ടൊക്കെ ശരിക്കും പേടി തോന്നി. കാരണം എന്താ പറഞ്ഞാൽ അത്രയും ആഴത്തിലുള്ള കുഴികളല്ലേ ഇതെല്ലാം. പിന്നെ ഇതിൻ്റെ മെയിൻ വ്യൂ ഇതാണ്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തി ശരിക്കും പേടിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ വളരെയധികം ആസ്വദിച്ചു ഇവിടുത്തെ കാഴ്ചകളെല്ലാം. ഗൈസ്, ഇത് മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ താഴത്തേക്ക് മലൻ്റെ സൈഡിലൂടെ താഴത്തേക്ക് ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, ഇവിടേക്കൊന്നും പോകാൻ പറ്റില്ല. ശരിക്കും ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസും കൂടെ തന്നെ കുറച്ച് പേടിയും തോന്നി. ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഈ കൊക്കൻ്റെ സൈഡൊക്കെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ മനസ്സിൽ തോന്നിയ അനുഭവം അതായിരുന്നു. ഗൈസ്, അങ്ങനെ ഗുണ കേവ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും അവിടെ നിന്നും യാത്ര പറഞ്ഞു. പിന്നെ നേരെ പോയത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിൽ പറഞ്ഞാൽ പൈൻ മരങ്ങൾ മാത്രമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവർക്ക് പരിചിതമായിരുന്നു. എനിക്ക് പക്ഷേ കുറച്ച് പുതുമയായിട്ടാണ് തോന്നിയത്. ഗൈസ്, പിന്നെ എപ്പോഴും നമ്മൾ ഇവിടെ വന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇരുന്നിട്ടോ മരത്തിലോ ചേർന്നിട്ടോ ഫോട്ടോ എടുക്കരുത്. കാരണം ഇവിടെ അട്ടകളുണ്ട്. എൻ്റെ ഇടുപ്പിൻ്റെ പൊക്കിൾക്കൂടിൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് 2 അട്ടകൾ കിട്ടിയത്. ഭാഗ്യത്തിന് അട്ടകളെ കണ്ടതുകൊണ്ട് വേഗം പിടിച്ച് കളഞ്ഞു. പക്ഷേ കുറച്ച് നേരം ഒരുപാട് ചോരയൊക്കെ വന്നു, കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും അതൊക്കെ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായി എനിക്ക് തോന്നി. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ സമയത്തെല്ലാം എൻ്റെ ഇടുപ്പിൽ അട്ട ഉണ്ടായിരുന്നു. ഞാൻ വെളിയിൽ വന്നതിന് ശേഷമാണ് അട്ടനെ കണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെയൊക്കെ അട്ടകൾ കൂടുതലായിരിക്കും. ഗൈസ്, പിന്നീട് ഞങ്ങൾ വന്നത് കൊടൈക്കനാലിലെ ലേക്കിലേക്കാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളും കുറേ നേരം ഞാൻ പകർത്തി.
ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. കാരണം ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ലേക്കിലേക്കൊന്നും ഞങ്ങൾ കയറാനൊന്നും ശ്രമിച്ചില്ല. ലേക്കിലെ വീഡിയോകളൊക്കെ കുറച്ച് നേരം പകർത്തി. ഗൈസ്, വീഡിയോ എടുക്കുമ്പോൾ ഞാനിവിടെ കണ്ടൊരു കാഴ്ചയാണത്. ഒരു മെയിൽ കുളക്കോഴി ഫീമെയിൽ കുളക്കോഴിനെ തേടിയിട്ട് നീന്തി പോകുന്നൊരു കാഴ്ചയായിരുന്നു. കുറേ നേരം അതിന് സൂം ചെയ്തു. കാരണം ഇങ്ങനത്തെ ഒരു മെയിൽ കുളക്കോഴിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഫീമെയിലിൻ്റെ വീഡിയോ ഞാൻ പകർത്തി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. രണ്ടിനെയും കുറേ നേരം സൂം ചെയ്തു. മെയിൽ ഫീമെയിൽ തേടി നടക്കുന്നൊരു വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തത്. ഗായ്സ്, അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളോടും ഇവിടുത്തെ അനുഭവങ്ങളോടും ഞങ്ങൾ വിട പറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നാട്ടിലേക്ക്. ഗായ്സ്, വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ നികത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അടുത്ത ഒരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.